السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد الصادق الوعد الأمين صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. ഏറ്റവും ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ ഇതിനേക്കാൾ സന്തോഷത്തോടുകൂടെ ജന്നത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ ഏവരെയും ഒന്നിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കുമാറാവട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും തീർത്ത് സലാമത്തിന്റെ വഴികൾ അല്ലാഹു തുറന്നു തരുമാറാവട്ടെ. ജീവിതം ഖൈറാകുന്ന കാലം അത്രയും സന്തോഷത്തോടെ റാഹത്തോടെ അഭിമാനത്തോടെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പണിയെടുത്ത് മരണം ഖൈറാകുന്ന സമയത്ത് സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിലേക്ക് തിരിച്ചു പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, പ്രത്യേകിച്ച് പള്ളിക്ക് ചുറ്റും മന്ദിയുറങ്ങുന്നവർ എല്ലാവരുടെയും ഖബറിലേക്ക് അല്ലാഹു ഫിർദൗസിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുമാറാവട്ടെ. അവരെ നമ്മയൊക്കെ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒന്നിപ്പിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ റബീഉൽ അവ്വൽ നമ്മോട് യാത്ര ചോദിച്ചു. റബീഉൽ ആഖിറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. റബീഉൽ ആഖിർ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായ മഹാനായ ശൈഖ് ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ നദീ തങ്ങളുടെ ഓർമ്മകൾ അയവിറക്കേണ്ട ഒരു മാസമാണ്. ആരാണ് അല്ലാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കൾ? വിശുദ്ധ ഖുർആൻ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞത് അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നാണ്. അല്ലാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കൾ, അവർക്ക് ആരെയും ഭയം ഉണ്ടാവില്ല. അല്ലാഹു അല്ലാതെ ഒരാളെയും അവർക്ക് ഭയം ഉണ്ടാവുകയില്ല. വലാ ഹും യഹ്സനൂൻ, അവർക്ക് കഴിഞ്ഞു പോയതിനെ കുറിച്ചോ വരാൻ പോകുന്നതിനെ കുറിച്ചോ യാതൊരു ദുഃഖവും അവരെ ഇറക്കുകയില്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ആരാണ് യഥാർത്ഥ ഔലിയാക്കൾ? വളരെ കൃത്യമായി ഖുർആൻ അതിനോട് ചേർത്ത് പറഞ്ഞു, ആ ഔലിയാക്കൾ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ആരാണ് ഔലിയാക്കൾ എന്ന് ഖുർആൻ പറഞ്ഞു, അവര് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരും മുത്തഖീകളുമാണ്. യഥാർത്ഥ ഔലിയയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് തഖ്വയാണ്. നമ്മൾ സാധാരണ മനസ്സിലാക്കിയതുപോലെ വലിയൊരു ഷാളക്കിട്ട് വലിയൊരു കോട്ടിട്ടാൽ ഔലിയാകുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. യഥാർത്ഥ ഔലിയ ആരെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലാമത്തുൽ വലിയ സലാസ, 3 കാര്യങ്ങൾ ഉണ്ടായാലേ അവൻ വലിയാവൂ എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. ശുഹൂദില്ല, അവന്റെ കർമ്മങ്ങളിലെല്ലാം അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. വഫിറാറുഹു ഇലല്ലാഹ്, അവന്റെ ഓട്ടം അല്ലാഹുവിലേക്കാണ്. അവൻ ഒരു ലക്ഷ്യമേവനിക്കുള്ളൂ, അല്ലാഹു എന്ന ലക്ഷ്യം മാത്രത്തിലേക്കായിരിക്കും, ആ ലക്ഷ്യത്തിലേക്കായിരിക്കും അവന്റെ സഞ്ചാരം. അവനാണ് വലിയെന്ന് പറയുന്നത്. വഹമ്മുഹു ബില്ലാഹ്, അവന്റെ മനസ്സ് നിറയെ അല്ലാഹയാണ്. ഭൗതികമായ ഒരു ലാഭവുമില്ല, ഭൗതികമായ ഒന്നിനെയും ആശ്രയിക്കുകയില്ല, ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളെയോ ഭൗതികമായ പ്രശംസയെ ആഗ്രഹിക്കുകയില്ല. അല്ലാഹുവിനെ കൊണ്ടായിരിക്കും അവന്റെ ഹൃദയം നിറഞ്ഞിരിക്കുക. ഇവനാണ് യഥാർത്ഥ വലിയ. ഇതാണ് വലിയ എന്ന് പറയുന്നത്. ഖുർആനിൽ ഭാഗത്ത് പറഞ്ഞു വലിയെന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങൾ മാത്രമാണ്.
തഖ്വയാണ് തഖവല്ലിലാഹി മദാറുൽ സഅദത്തിൻ വതിബാഉ അഹ്വാറു ശർരി ഹബാഇലാ. തസവ്വുഫിൽ ആറ്റിക്കുറിയതാണ്, തസവ്വുഫിന്റെ മാസ്റ്റർപീസ് ഗ്രന്ഥമാണ് മഹാനായ ദൈവത്തിന്റെ എന്ന് പറയുന്ന കിതാബ്. ആ കിതാബിന്റെ ആദ്യ ചാപ്റ്ററിൽ തന്നെ മഹാനുഭാവൻ പറയുന്നുണ്ട്, തഖവല്ലിലാഹി മദാറുൽ സഅദത്തിൻ വതിബാഉ അഹ്വാറു ശർരി ഹബാഇലാ. എല്ലാ വിജയത്തിന്റെയും അച്ചുതണ്ട് എന്ന് പറയുന്നത് തഖ്വയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പൂർണ്ണമായ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സമ്പൂർണമായി പാലിക്കുന്നവനാണ് വലിയ എന്ന് പറയുന്നത്. ശരീഅത്തില്ലാതെ വലിയാവുകയില്ല. നിയമങ്ങൾ പാലിക്കാതെ, ദീനിന്റെ നിയമങ്ങൾ പാലിക്കാതെ ഒരിക്കലും ഔലിയ എന്ന വസ്തുവിലേക്ക് കയറിപ്പോവാൻ കഴിയില്ല. കൃത്യമായി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അള്ളാഹുവിന് ഭയപ്പെട്ട അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ആ ഒരർത്ഥത്തിൽ ജീവിക്കുന്നവനാണ് വലിയ എന്ന് പറയുന്നത്. അല്ലാതെ വേഷഭൂഷാദികൾ ഒന്നും വലിയന്റെ മാനദണ്ഡമല്ല. ഇപ്പൊ നമ്മൾ കിട്ടുന്ന തലകെട്ടിന് 1 മീറ്ററും 20 സെന്റേ ഉള്ളൂ. പക്ഷേ 5 മീറ്റർ തലക്കെട്ട് കിട്ടുന്ന ആളുകളുണ്ട്. ഗൾഫിലൊക്കെ പോയാൽ സുഡാനികളൊക്കെ വലിയ തലക്കെട്ടാണ് കിട്ടും. ഒരു ഫാത്തിഹ പോലും അവർക്കറിയില്ല. ഒരു കള്ള് കിട്ടിയ കള്ളും കുടിക്കും. മരുഭൂമി നാടിനെ മേക്കുന്നവർ അവർക്കറിയാൻ കഴിയും. അതൊന്നും മൗലിയുടെ മാനദണ്ഡമല്ല. ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ വലിയ താരിയും കടപ്പാവെന്ന് കാണാൻ കഴിയും. അവർ റമദാൻ മാസം വ്യത്യാസം. റമദാൻ മാസം അവർക്കറിയാം. പരസ്യമായ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും. അവർക്ക് ദീനിനെ കുറിച്ച് അറിയില്ല. അതൊന്നും അവരുടെ മാനദണ്ഡം. അവരേക്ക് ഒരു മാനദണ്ഡേ ഉള്ളൂ, ശൂലഹൂബില്ല, അവരുടെ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കും. വഹമ്മുഹൂബില്ല, അവിടെ ഹൃദയം നിറയും അള്ളയായിരിക്കും. അവരുടെ തിരിച്ചുപോക്കും ഓട്ടവും അള്ളാഹുവിലേക്കായിരിക്കും. ഏതൊരു കാര്യത്തിനും അള്ളാഹുവിലേക്കായിരിക്കും. അള്ളാഹ് എന്നവർ അള്ളാഹുവിൽ ലയിച്ച് ചെയ്യും. ഇതാണ് വലിയ എന്ന് പറഞ്ഞാൽ. അതാണ് യഥാർത്ഥ വലിയ. ആ വലിയക്ക് അള്ളാഹ് കൊടുക്കുന്ന കഴിവുകളാണ് കറാമത്ത് എന്ന് നമ്മൾ പറയാറില്ല. അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ അള്ളാഹ് ഏത് കഴിവും കൊടുക്കും. അതിനൊന്നും നമ്മൾ ശങ്കിക്കേണ്ട ആവശ്യമില്ല. എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സി ഹദീസിലൂടെ ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹ് ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹു ഹദീസിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ. അല്ലാഹുവിന്റെ വലിയനെ ആരെങ്കിലും മോശമാക്കിയാൽ അത് ഈമാനില്ലാതെ, അള്ളാഹു ശത്രു വെക്കുക എന്ന് പറഞ്ഞാൽ ഈമാനില്ലാതെ മരണസമയത്ത് ഈമാൻ അള്ളാഹു ഊരിയെടുക്കലാണെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തി. അള്ളാഹു കാക്കുമാറാവട്ടെ. അള്ളാഹിന്റെ വലിയനോട് ശത്രു വെക്കരുത്. അള്ളാഹിന്റെ ഇഷ്ടദാസന്മാരാണത്. ദീർഘമായ ഹദീസാണത്. അതിൽ പറയുന്നുണ്ട്, ഫർദായ കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ഫർദായ കാര്യം ചെയ്യുമ്പോഴാണ്. അതുപോലെ സുന്നത്തായ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടിമങ്ങൾ അടുത്തെടുത്തുകൊണ്ടിരിക്കും. ആ അള്ളാഹു അതാണ് സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടിമങ്ങൾ അടുത്തെടുത്തുകൊണ്ടേയിരിക്കും. അങ്ങന്റെ കൈയും അവന്റെ കാലും ഞാനായി തീരുന്ന ശേഷമുണ്ടാവും. അള്ളാഹുവിലേക്ക് അടുത്തടുത്തടുത്ത് പോകും. അതാണ് പറയുന്നത് ഖുദ്സി ഹദീസിലൂടെ, ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും. അവൻ കാണുന്ന കണ്ണ് ഞാനാകും. അവൻ പിടിക്കുന്ന കൈ ഞാനാകും. അവൻ നടന്നു പോകുന്ന കാല് ഞാനാകും. അത് അള്ളാഹ് കൊടുക്കണം. എന്താണ് ഈ പറഞ്ഞ അർത്ഥം? അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും എന്ന് പറഞ്ഞാൽ പരിമിതികളില്ലാത്ത കഴിവ് കൊടുക്കുമെന്നാണ്. അതിനൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ പറഞ്ഞതല്ലേ അതൊക്കെ. സഭ എന്ന് പറയുന്നത് സഭയിൽ നിന്ന് ഫലസ്തീനിലേക്ക് 2200 കിലോമീറ്റർ ആണ്.
ആ സഭയിൽ പാലസ്തീനിൽ ഇരുന്നു കൊണ്ടാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്, ആരാണ് ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം എന്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക എന്ന്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, അപ്പൊ ഈ കാല ഇഫ്രീത്ത് ജിന്നിൽപ്പെട്ട ഇഫ്രീത്ത് എന്ന ആൾ പറഞ്ഞു, ഖുർആനാണ്. ഖുർആൻ ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ കഴിയാത്ത ഗ്രന്ഥമാണ്, ഒരിക്കലും കളവ് ചേർക്കാത്ത ഗ്രന്ഥമാണ്. എന്തിനാണ് നമ്മൾ കറാമത്തിൽ തർക്കിക്കേണ്ട ആവശ്യം? ഒരാവശ്യവുമില്ല. ഖുർആൻ സുലൈമാൻ നബി അലൈഹിസ്സലാം ഫലസ്തീനിൽ ഇരുന്നുകൊണ്ട് സഭയിലെ ബൽഖീസ് രാജ്ഞി ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ ആ വലിയ രാജ്ഞി സബിജത്തിലേക്ക് വരുമ്പോ അവരിൽ നിന്ന് സിംഹാസനം അതിങ്ങനെ കാണുമ്പോൾ അത്ഭുതപ്പെടുന്നവര്. ഞാൻ അത്ഭുതപ്പെടാൻ വേണ്ടി ചോദിച്ചു, ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം സിംഹാസനം ആരാണ് എന്റെ അടുക്കിലേക്ക് എത്തിക്കുന്നത്? ഇഫ്രീത്ത് എന്ന ജിന്ന് ആ കൂട്ടത്തിൽ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ ആ കൊട്ടാരം, ആ സിംഹാസനം ഇങ്ങോട്ട് എത്തിച്ചു തരാം. നബി സമ്മതി ഒന്നും വേണ്ടിയില്ല, പ്രതികരിച്ചില്ല. അപ്പോഴാണ് അവിടെ നിന്ന് വിജ്ഞാനമുള്ള അള്ളാഹുവിന്റെ വലിയ മനുഷ്യൻ ആസഫ് എന്ന് പറയുന്ന ഒരു വലിയ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നിങ്ങൾ കണ്ണ് ചുമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം അങ്ങോട്ട് എത്തിക്കാം. ഇത് ഖുർആനാണ്. ഇതൊരു പക്ഷേ ലോജിക്ക് കൊണ്ട് ഇമ്പോസിബിൾ ആയ കാര്യമായിരിക്കും. ദീനിൽ അങ്ങനെ ഇമ്പോസിബിൾ അങ്ങനെ ദീൻ എന്ന് പറയുന്നത് ലോജിക്ക് കൊണ്ട് മാത്രം തെളിയിക്കാൻ കഴിയുന്ന കാര്യമില്ല. ഇത് സുലൈമാൻ നബി ചോദിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം. അത് അള്ളാഹു കഴിവ് കൊടുത്തവർക്ക് എന്തും പരിമിതികളില്ലാത്ത കഴിവ് കൊടുക്കും. അങ്ങനെ അങ്ങനെ ആ സിംഹാസനം കണ്ണ് ചുമ്മി തുറക്കുന്നതിന് മുമ്പ് അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ സുലൈമാൻ നബി പറഞ്ഞ വാക്കുകൾ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. വിത്തിൻ സെക്കൻഡ് കൊണ്ടാണ് 2200 കിലോമീറ്റർ അപ്പുറത്തുള്ള സബയിൽ നിന്ന് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഫലസ്തീനിൽ മഹാനായ സുലൈമാനയുടെ മുന്നിൽ എത്തിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പച്ചയായിട്ട് പറയുകയാണ്. ഇതല്ലേ ഏറ്റവും അത്ഭുതം. ആസഫ് എന്ന് പറയുന്ന ഒരാളുടെ കറാമത്തായിട്ട് പറയാം. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. അതാണ് ഇറാൻ നഹാവന്ത് എന്ന് പറയുന്ന 1000 കിലോമീറ്റർ പുറത്താണ് മദീനയിൽ നിന്ന് മസ്ജിദുൻ നബവിയിൽ നിന്ന് സ്വഹീഹായ ഹദീസാണത്. മസ്ജിദുൻ നബവിയിൽ നിന്ന് ഖുതുബ നിർവഹിക്കുന്ന ഇസ്ലാമിക റിപ്പബ്ലിക് രണ്ടാം ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നഹാവന്തിൽ 1000 ചില്ലാനം കിലോമീറ്റർ അപ്പുറത്തുള്ള നഹാവന്തിൽ ഇസ്ലാമിക സൈന്യത്തിന്റെ നേതാവായി യുദ്ധം നയിക്കുന്ന മഹാനായ സാരിയ എന്ന സ്വഹാബി, ആ സഹാബി യുദ്ധം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പർവ്വതത്തിന്റെ പിൻവശത്തിലൂടെ ശത്രുക്കൾ ആക്രമിക്കാൻ കടന്നു വരുന്നത് 1000 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് മദീനയുടെ മസ്ജിദുൽ നബവിയുടെ മിമ്പറിൽ നിന്ന് ഖുതുബ നിർവഹിക്കുന്ന മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കാണുകയും, യാ സാരിയ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ, സാരിയ പർവ്വതം ശ്രദ്ധിക്കണേ, പർവ്വതത്തിന്റെ പിന്നാമ്പുറത്തിന് ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് 1000 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഫാറൂഖ് തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. 1000 കിലോമീറ്റർ അപ്പുറത്ത് സാരിയ എന്ന സഹാബി കേൾക്കാൻ കഴിഞ്ഞു. അതാണ് അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും, കാണുന്ന കണ്ണ് ഞാനാകും. ഇത് ഖുദ്സി ഹദീസാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അവരുടെ വാക്കിന് വിലയുണ്ടാകും. ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. വാക്കിന് വിലയുണ്ടാകും. അവർ വാക്ക് പറഞ്ഞാൽ വിലയുണ്ടാകും. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു സ്വഹീഹായ ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്, മുത്തഖിയായ സ്വഹാബിയാണ്. ആ സ്വഹാബിയുടെ പങ്കൾ ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹ് ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഒരു പെണ്ണുമായി തർക്കമുണ്ടായപ്പോ, ഒന്നും തള്ളുണ്ടായപ്പോ മറ്റു പെണ്ണിന്റെ മുഖത്തിന് പല്ലിന്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി. പല്ലിന്റെ ഭാഗം പൊട്ടിപ്പോയപ്പോൾ ഇസ്ലാമിന്റെ ഖിസാസ് നടപ്പാക്കണമല്ലോ. അനസ് റളിയല്ലാഹു അൻഹു വലിയ തറവാട്ടുകാരനാണ്. അവരുടെ പെങ്ങളുടെ കയ്യബദ്ധം കൊണ്ടാണ് മറ്റൊരു തറവാട്ടിലെ പെണ്ണിന്റെ മുൻപല്ല് പൊട്ടിപ്പോയത്. പ്രശ്നം രൂക്ഷമായി. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശ്നമെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിസാസ് നടപ്പാക്കാൻ തീരുമാനിച്ചു. എന്താ ഖിസാസ്?
തിരിച്ചു പല്ല് പൊട്ടിക്കുക. പല്ലിന് പകരം പല്ലാണ് ഇസ്ലാമിൽ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തറവാട്ടുകാരും വലിയ തറവാട്ടുകാരാണ്. ആ പൊട്ടിക്കപ്പെട്ട പെണ്ണിന്റെ തറവാട്ടുകാർ വലിയ തറവാട്ടുകാരാണ്. അതല്ലെങ്കിൽ ഇസ്ലാമിൽ ഓപ്ഷനുണ്ട്, പ്രായശ്ചിത്തം കൊടുത്തുകൊണ്ട് അവർ സമ്മതിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കാം, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം. അങ്ങനെ പ്രായശ്ചിത്ത ചർച്ചകൾ നടന്നു, ഒരുപാട് ചർച്ചകൾ നടന്നു, ഒന്നും വിജയിച്ചില്ല. അവർ പറഞ്ഞു അനസിന്റെ പെങ്ങളെ പല്ല് പൊട്ടിക്കലല്ലാതെ യാതൊരു സൊല്യൂഷനില്ല. ആ സമയത്താണ് അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. പുണ്യ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പെങ്ങളെ പല്ല് പൊട്ടിക്കൽ എനിക്ക് ഇഷ്ടമല്ല, അത് നടക്കുക നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഭരണാധികാരിക്ക് അങ്ങനെ നിയമം ഒഴിവാക്കി കൊടുക്കാൻ കഴിയില്ലല്ലോ. പുണ്യനബി ഒന്നും മൗനിയായി ഒന്നും പ്രതികരിച്ചില്ല. ശിക്ഷ നടപ്പാക്കാൻ തന്നെ ഭരണം തീരുമാനിച്ചു, കോടതി തീരുമാനിച്ചു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളെ കൊണ്ടുവരികയാണ്. ശിക്ഷ നടപ്പാക്കാൻ ദീർഘമായ ഹദീസാണത്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളെ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി ശരീരമെല്ലാം അരിഞ്ഞു നോക്കി മദീന വിഹാര ദുർഭരമായ സംഭവമാണത്. ആളുകൾ ആശ്ചര്യഭരിതമായി നിൽക്കുകയാണ്. അവർ ഇന്നലെ വരെ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടു പോയി. അനസിന്റെ പെങ്ങളുടെ പല്ല് പൊട്ടിക്കലല്ലാതെ പരിഹാരമില്ലെന്ന് പ്രഖ്യാപിച്ചു ആ തറവാട്ടുകാർ. അവസാനം ശിക്ഷ നടപ്പാക്കുന്ന ദിനം വന്നു. അനസ് റളിയല്ലാഹു അൻഹു പെങ്ങളെ കൊണ്ടുവന്നു. ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി ശരീരമെല്ലാം ബന്ധിച്ചു. ആ പല്ല് പൊട്ടിക്കുന്ന സെക്കൻഡുകൾ, ആ സെക്കൻഡ് സമയത്ത് ദൂരെ നിന്നൊരു വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ ഓടി ഓടി വരികയാണ്. ഞങ്ങൾ മാപ്പാക്കിയിരിക്കുന്നേ, ഞങ്ങൾ മാപ്പാക്കിയിരിക്കുന്നേ എന്ന ദൂരെ ആ മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. ആരായിരുന്നു ആ മനുഷ്യൻ എന്നറിയോ? ഇന്നലെ വരെ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞത് തറവാട്ടിന്റെ കാരണവരായിരുന്നു. അയാൾ ദൂരെ നിന്ന് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ഇതാ മാപ്പാക്കിയിരിക്കുന്നു എന്ന്. ഈ വികാര ദുർബലമായ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ലോകനായകൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, അത്ഭുതപ്പെട്ടുപോയി, അനസിന്റെ പെങ്ങളുടെ പല്ല് പൊട്ടിക്കരുത്, ഞങ്ങൾ മാപ്പാക്കിയിരുന്നു, നിരുപാധികം ഞങ്ങൾ മാപ്പാക്കിയിരിക്കുന്നു, ഒരു പ്രായശ്ചിത്തവും വേണ്ട. ഈ സദസ്സിനെ നോക്കിയിട്ട് ലോകനായകൻ പ്രസംഗിച്ചു, ഇതാരുടെയും മഹത്വമല്ല. അവിടുന്ന് പ്രസംഗ പീഠത്തിലേറി എന്നിട്ട് പറഞ്ഞത് ആരുടെയും മഹത്വമല്ല, ആരുടെയും ചർച്ചയുടെയും ഫലമല്ല, ഇതെന്റെ അനസിന്റെ മഹത്വമാണ്. ഇന്നലില്ല ഇബാദൻ അള്ളാഹ്ക്ക് ചില അടിമകളുണ്ട്, അവർ നടക്കില്ലെന്ന് പറഞ്ഞാൽ അത് നടക്കേയില്ല. എന്റെ അനസ് പറഞ്ഞല്ലോ നടക്കില്ലെന്ന്. അള്ളാഹ്ക്ക് ചില അടിമകളുണ്ട്, ആ അടിമകൾ എന്ത് കാര്യം പറഞ്ഞാൽ എന്നോട് എന്തെങ്കിലും ചോദിച്ച് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പൂർത്തീകരിച്ചു കൊടുത്തു. അതാണ് അള്ളാഹുവിന്റെ പണി. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം പൂർത്തീകരിച്ചു കൊടുക്കലാണ് അള്ളാഹുവിന്റെ പണി. അതാണ് അനസല്ലേ പറഞ്ഞത് നടക്കൂലെന്ന് എനിക്ക് തന്നെ അറിയാം, അത് നടക്കൂല. അനസ് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളാണ്, അതുകൊണ്ട് തന്നെ അത് നടക്കുകയില്ല, നടന്നുകയും ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ വാക്കുകൾക്ക് വിലയുണ്ടാവും. നമ്മുടെ മഹാന്മാർ അവരൊരു വാക്ക് പറഞ്ഞാൽ മതി. നമ്മളെന്താ ദീർഘമായി പ്രസംഗിച്ചിട്ട് ഫലമുണ്ടാവാത്തത്? അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അതൊക്കെ അള്ളാഹു അവർ കൊടുത്തൊരു കഴിവാണ്. ഇതിലൊന്നും ആരും തർക്കിക്കേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ആ മഹാന്മാരോട് കൂടെ ചേർന്ന് നിൽക്കുക എന്നതാണ് നമ്മുടെയൊക്കെ തസൗഫിന്റെ ബേസ് തന്നെ. എന്താണ്? അതാണ് തസൗഫിന്റെ ബേസ്, ഫണ്ടമെന്റലാണ്. തസൗഫ് എന്ന കിതാബ്, ആ ഏത് കിതാബ് എടുത്ത് പരിശോധിച്ചാലും അതിന്റെ എല്ലാം ബേസ് എന്താണ്? വിജയിച്ചവരാരും വിജയിച്ചിട്ടില്ല, വിജയിച്ചവരോട് ചേർന്ന് നിന്നാലല്ലാതെ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന പോലും ഖുർആൻ എന്താ പറഞ്ഞത്? അല്ലാഹുവേ, മുസ്ലിമായിട്ട് എന്നെ മരിപ്പിക്കണമേ, സ്വാലിഹീങ്ങളോട് ചേർത്ത് തരണേ എന്നാണ്. സ്വാലിഹീങ്ങളോരം ചേർന്ന് നിന്നാലല്ലാതെ വിജയിക്കാൻ കഴിയില്ല. അതാണ് നിർബന്ധമായും 17 തവണ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങൾ നടന്നുപോയ പൊതുവായ വഴിയിലേക്ക് ഞങ്ങൾ ചേർത്ത് തരണേ എന്നാണ്.
അള്ളാഹു നിഅമത്ത് ചെയ്ത സിദ്ദീഖീങ്ങളുടെ പ്രവാചകന്മാരെ സ്വാലിഹീങ്ങളുടെ വഴി, അതാണ് യഥാർത്ഥമായ വഴി എന്ന് പറയുന്നത്. അവരോടൊപ്പം ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയുള്ളൂ. അതാണ് തുല്യമായ വഴി. അതുകൊണ്ട് തന്നെ ആ ഔലിയാക്കളെ പ്രത്യേകമായിട്ട് സ്മരിക്കേണ്ട മഹാനായ ശൈഖ് ജീലാനി തങ്ങളെ പോലെ ഒരുപാട് കറാമത്തുകൾ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. കോയുടെ മുള്ളോട് കൂവന്നു ചൊന്നാരെ കുശാതെ കൂപ്പി പാറപ്പിച്ച് വിട്ടോ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒന്നും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അതല്ല കൊടുക്കുന്ന കഴിവാണ്. അങ്ങനെ ഒട്ടേറെ മഹാന്മാരോട് സ്മരിക്കേണ്ട അഭിവന്ദനായ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, ആ മഹാനെ സ്മരിക്കേണ്ട ദിനമാണ്. അവിടെ ആണ്ട് ദിനം കൂടിയാണ്. അവരൊക്കെ ഒരു വലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് മാനത്തിലൂടെ പറക്കലാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഒരു വലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. മരിക്കും വരെ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കലാണ് ഏറ്റവും വലിയ കറാമത്ത്. അതാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. ആ കറാമത്ത് ജീവിതത്തിൽ കാണിച്ച മഹാനാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. അദ്ദേഹം വഫാത്തിന്റെ സമയത്താണ് മഴയില്ലാതിരുന്നിട്ട് പല ഭാഗത്തേക്കും അദ്ദേഹത്തെ ക്ഷണിക്കാറുണ്ട് ദുആ ചെയ്യാൻ വേണ്ടി. പുളിക്കൽ ഭാഗത്തേക്ക് ക്ഷണിച്ചപ്പോൾ ഉസ്താദുമാരൊക്കെ പറയാറുണ്ട് അദ്ദേഹം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു എന്ന്. പക്ഷേ അല്പനേരത്തിൽ മഴ പെയ്തില്ല. ആ സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് വഫാത്താത്ത മൈക്കിന് മുന്നിൽ നിന്ന് പറഞ്ഞു, അല്ലാഹുവേ, ഈ ആയുസ് വരെ നിനക്ക് പൊരുത്തമില്ലാത്തൊരു കാര്യം ഞാൻ മനഃപൂർവ്വം ചെയ്തിട്ടില്ലല്ലോ. ഈ വാക്ക് എവിടെയാണ് മനസ്സിലാക്കുന്നത്? 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആധുനിക ഇബ്നു ഹജർ ഹൈതമി എന്ന് കേരളം വിശേഷിപ്പിച്ച മഹാപണ്ഡിതൻ, തസവ്വുഫിന്റെ ആത്മീയതയുടെ കവാടം കാട്ടിപ്പോയ മഹാപണ്ഡിതൻ പറഞ്ഞ മഴ പെയ്തോയില്ലേ എന്ന അത്ഭുതം. 90-ാം വയസ്സിൽ ഒരു മനുഷ്യൻ പറയാണ്, റബ്ബേ, ഈ ആയുസ് വരെ നിനക്ക് പൊരുത്തമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തില്ലല്ലോ റബ്ബേ. അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തല്ലോ റബ്ബേ. ഞാൻ ചോദിച്ച മഴ കൊണ്ട് റബ്ബേ എന്ന് നിമിഷ നേരം കൊണ്ട് ഘോരമായ മഴ പെയ്തു. സത്യത്തിൽ മഴ പെയ്തതല്ല അത്ഭുതം. തന്റെ 90-ാം വയസ്സിലും ഇസ്തിഖാമത്തോടുകൂടെ അല്ലാഹു പൊരുത്തമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തില്ലെന്ന് പറയാൻ മാത്രം വിശുദ്ധിയുടെ പർവ്വതം കാട്ടിപ്പോയ മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. ആ മഹാനുഭാവന്റെ ആണ്ടിന്റെ ദിനമാണ്. അല്ലാഹുവിന്റെ പരലോക ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ മഹാനായ ശംസുൽ ആണ്ടിന്റെ ദിനമാണ്. ആണ്ടിന്റെ ദിവസങ്ങൾ കടന്നു വരികയാണ്. മഹാനായ മരക്കാർ ഉസ്താദ് നമുക്കറിയാം, ഉജ്ജ്വലമായ വിജയത്തിന്റെ ശ്രേണി, വിജ്ഞാനത്തിന്റെ ശ്രേണി കയറിപ്പോയപ്പോഴും വിനയാന്വിതനായി നമ്മൾക്കിടയിൽ ജീവിച്ചു പോയി മഹാനായ മരക്കാർ ഉസ്താദ്. അവരെ പീഡ പറഞ്ഞ അവരെ ആണ്ടിന്റെ ദിനം കൂടിയാണ്. ആ മഹാന്മാരെ ഓർക്കേണ്ട, അവരൊക്കെ നടന്നുപോയ സച്ചരിതമായ വഴി, ആ വഴികൾ മുറുകെ പിടിച്ചുകൊണ്ട് അവരൊക്കെ കാണിച്ചു തന്ന യഥാർത്ഥ ദീനിന്റെ വഴിയിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളും പോയ വഴിയാണ് ദീനിന്റെ വഴി. ആ വഴിയിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.